പരിപാടി ആരംഭിക്കുകയാണ്. നമ്മൾ കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ ഭരണ സാന്നിധ്യം ഏറ്റ സമയത്ത് തന്നെ സമൂഹത്തിന് ഏറ്റവും പിന്തള്ളപ്പെട്ടവർ അല്ലെങ്കിൽ സമൂഹത്തോടൊപ്പം എത്താൻ കഴിയാത്തവർ അവരെ സമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തിക്കാന്നുള്ള ഒരു വലിയ ചിന്തയുടെ പ്രവർത്തനഫലമായിക്കൊണ്ട് ഗ്രാമപഞ്ചായത്തിനകത്ത് ഭിന്നശേഷി കുട്ടികൾക്ക് മാത്രമല്ല മറ്റ് വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മുടെ പഞ്ചായത്തിൽ ഭിന്നശേഷി കുട്ടികളും അതേപോലെ ആളുകളും അതുകൊണ്ട് വളരെ കൂടുതലായിട്ടുള്ള ആളുകളുണ്ട്. നമുക്കറിയാം വിദ്യാഭ്യാസ പ്രായമുള്ള തന്നെ 40ഓളം പേരുണ്ട്. അല്ലാതെ മുതിർന്ന ആൾക്കാരും ധാരാളം പേരുണ്ട്. അപ്പൊ അവർക്കുള്ള സമാശ്വാസ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന സമയത്ത് അവർക്ക് ആവശ്യമായ ബെഡ്സ് സ്കൂൾ ആരംഭിക്കണമെന്ന കുറച്ച് തീരുമാനമുണ്ട്. ബെഡ്സ് സ്കൂൾ ആരംഭിക്കാനുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ബെഡ്സ് സ്കൂൾ നമ്മൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ട് 3 മാസത്തോളം ഗ്രാമപഞ്ചായത്തിന്റെ ചെത്തുകളങ്ങളിലുള്ള ഒരു കെട്ടിടത്തിൽ നമ്മുടെ ബെഡ്സ് സ്കൂള് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കും. അവിടുത്തെ വിദ്യാർത്ഥികളും ടീച്ചർമാരും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ വലിയ രീതിയിൽ അവർക്ക് സൗകര്യങ്ങളൊന്നും അവിടെയില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഒരു ഭിന്നശേഷി അല്ലെങ്കിൽ ബെഡ്സ് സ്കൂൾ എന്ന് പറയുന്ന സമയത്ത് അവിടെ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ സൗകര്യം ഉണ്ടാവണം. അതേപോലെ റിഹാബിലിറ്റേഷൻ സെന്റർ ഉണ്ടാവണം. തൊഴിലധിഷ്ഠിത പഠന സംവിധാനം ഉണ്ടാകണം. ഇത്രയും സംവിധാനങ്ങൾ മിനിമം ആ വിദ്യാലയത്തിനകത്ത് വരേണ്ടത് അനിവാര്യമാണ്. അവർ പുസ്തകം വായിക്കാൻ മാത്രം അവർക്ക് സാധ്യമല്ല. അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള അവരുടെ മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ഉല്ലാസ കേന്ദ്രം കൂടി അതിൽ മാറേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചിന്തിച്ച സമയത്താണ് നമുക്ക് ഒരു സ്ഥലം കിട്ടണമെന്ന ആഗ്രഹം തോന്നിയത്. ഒരു സ്ഥലം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഒരുപാട് നടന്നു. അപ്പൊ നമുക്കറിയാം പിലാശ്ശേരിയിൽ പുതിയൊരു മാധവൻ എന്നൊരാളുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ഭാര്യ 15 സെന്റ് സ്ഥലമാണ് നമുക്ക് അവരുടെ സ്വന്തം കൈവശാവകാശമുള്ള സ്ഥലം നമുക്ക് തന്നത്. നമ്മുടെ പഞ്ചായത്തിനൊരു പൈസ പോലും ചെലവില്ലാത്ത രീതിയിൽ ആ 15 സെന്റ് ഭൂമി നമുക്ക് ലഭ്യമാവുകയും അത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് പഞ്ചായത്തിനെ ഏൽപ്പിക്കുകയും ചെയ്യും. അത് ഏൽപ്പിച്ച സമയത്ത് പിന്നെ നമുക്ക് വേണ്ടത് പണമാണ്. ഭൂമി നമുക്ക് ലഭ്യമായി, ഇനി ആവശ്യമായി കെട്ടിടത്തിനുള്ള പണം വേണം. ആ പണം ലഭ്യമാകാൻ വേണ്ടി നമുക്ക് നമ്മുടെ വൈസ് പ്രസിഡന്റ് അങ്ങേറ്റം ഉൾപ്പെടെ ഇന്നത്തെ രാജ്യസഭാ MP ആയിട്ടുള്ള ബഹുമാനപ്പെട്ട ഇളമരം ഗതിമാർകളെ സമീപിക്കട്ടെ. അപ്പോൾ MP കാലാവധി കഴിയാൻ കാത്തിരിക്കുകയാണ്. നമ്മൾ ഏതാണ്ട് 90 ലക്ഷം രൂപ വരുന്ന ഒരു പ്രൊജക്റ്റാണ് അദ്ദേഹത്തിന് നമ്മൾ സമർപ്പിച്ചത്. ഇത്തരം ഒക്കെയുള്ള രീതിയിൽ 90 ലക്ഷം രൂപയുടെ പ്രൊജക്ട് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ പോയിരുന്നത്. അപ്പൊ അദ്ദേഹം അന്ന് സൂചിപ്പിച്ച കാര്യം, എന്റെ കാലാവധി കഴിയാറായി, എന്റെ വികസന ഫണ്ട് എത്രമാത്രം ബാക്കിയുണ്ടോ ആ ഫണ്ട് മുഴുവൻ നിങ്ങൾക്ക് അനുവദിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് 76,50,000 രൂപ അദ്ദേഹം അനുവദിക്കേണ്ടായി. അതിന് ഫണ്ട് നമുക്ക് സ്ഥലവുമായി, പിന്നെ കെട്ടിടത്തിന്റെ പ്രവൃത്തി നമുക്ക് ആരംഭിച്ചേ പറ്റും. അപ്പൊ വാസ്തവത്തിൽ അങ്ങോട്ട് ശരിയായ റോഡ് നമുക്കില്ലേ. അപ്പൊ റോഡ് പണിയുള്ള ശ്രമത്തിലായി പിന്നീട് അപ്പൊ നമുക്ക് ആദ്യം ചിന്തിച്ചത് അവിടുത്തെ മെറ്റീരിയൽ സർക്കാരിന്റെ സംവിധാനം ഉണ്ടാക്കാനുള്ള ചിന്തിച്ചത്. അതിനുവേണ്ടി നമുക്ക് സമീപിക്കാത്ത ആളുകളില്ല. പക്ഷെ അനവധി ആളുകൾ ആ പ്രദേശമായിട്ട് ബന്ധപ്പെട്ട് സമീപിക്കണ്ടേ. അപ്പൊ നമുക്ക് നമ്മുടെ നാലാകണ്ഡത്തിൽ ചന്ദ്രൻ ശ്രീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു സ്ഥലം നമുക്ക് തന്നു. പിന്നെ സൈറ്റിലേക്ക് കയറുന്ന 3 മീറ്റർ സ്ഥലം മറ്റുള്ളതായിരുന്നു. അതെടുത്തുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്നു. ഹൈക്കോടതി ഇഞ്ചക്ഷൻ ഓർഡർ വന്നു. ഇപ്പൊ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ വേറെ പ്രയാസങ്ങളിൽ അനുഭവിക്കുകയാണ്. അപ്പൊ അത് നമുക്ക് സ്വാഭാവികമായിട്ട് പിന്നീട് കിട്ടിയില്ല. പിന്നെ എങ്കിലും റോഡ് ഉണ്ടാവണമെന്ന ചിന്തക്കകത്ത് നമ്മൾ റോഡ് വേണ്ടി പലപ്പോഴും ശ്രമിച്ചു. അതിനൊരു വ്യക്തി നമുക്ക് താൽക്കാലികമായിട്ട് റോഡിന്റെ സൗകര്യം നമുക്ക് ചെയ്തു തന്നു. ആ സൗകര്യം നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്
നമ്മുടെ സമൂഹത്തിൽ ചില വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ചില കാഴ്ചപ്പാടുകൾ, അന്ധവിശ്വാസങ്ങളൊക്കെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ചില ആളുകളുടെ മനസ്സിലേക്ക് ചില വിശ്വാസങ്ങൾ എക്കാലമോ കടന്നു കയറിയിട്ടുണ്ട്. അത്തരം ആൾ സൂചിപ്പിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, 1 കോടി രൂപയുടെ പ്രവൃത്തിയാണ് നടക്കുന്നത്. അതിൽ 10 ലക്ഷമെങ്കിലും മെമ്പർക്ക് കമ്മീഷൻ ഉണ്ടാകും. അതിന് കമ്മീഷൻ കിട്ടുമ്പോൾ എന്താ, ഒരു 3-4 ലക്ഷം രൂപയ്ക്ക് ചെലവായിക്കൊള്ളു എന്ന ചിന്തകൾ വളരെ വ്യാപകമായി ചർച്ച വന്നു. സ്വാഭാവികമായിട്ട് ആ സ്ഥലം ഉടമസ്ഥന്റെ ബന്ധുക്കളും സ്വന്തക്കാരൊക്കെ നായികൾ ബോധ്യപ്പെടുത്തി ഒരു സുപ്രഭാതത്തിൽ ആ സ്ഥലം അടച്ചു കെട്ടിക്കഴിഞ്ഞു. സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ട്, രോഗമുണ്ട്, അങ്ങനെ ഒരുപാട് സംഘർഷമായ അവസ്ഥകളിൽ ഞാൻ സഞ്ചരിക്കുന്ന ആ സമയത്ത് എനിക്ക് വേണ്ടതിലേക്ക് ഭരിക്കാൻ സാധിച്ചില്ല. ഞാൻ പിന്നീട് മനസ്സിലാക്കി എന്റെ ചിന്ത വന്നത്, ഒരു 15 സെന്റ് സ്ഥലം ഒരാൾ തന്നു. അതിലേക്കുള്ള വലിയൊരു ഫണ്ട് 76 ലക്ഷം റുപ്യ നമ്മുടെ MP തന്നു. ഇനി അത് മുടങ്ങിപ്പോയാൽ ഇപ്പൊ പഞ്ചായത്തിന്റെ കറന്ന് കഴിയാൻ പോവുക. അത് മുടങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും സ്വപ്നം സാധ്യമല്ല എന്നുള്ള നിലയ്ക്ക് നമുക്ക് ആ സ്ഥലത്തിന് വിലക്കെട്ടി 1 ലക്ഷം റുപ്യ കൊടുത്ത് ആ സ്ഥലം വാങ്ങി നമ്മളിപ്പോൾ കൈവശപ്പെടുത്തിയിരിക്കുന്നു. ഇനി നമുക്ക് പ്രവർത്തിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. ആരെയും നമുക്ക് പോസേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെ തികച്ചും സമൂഹത്തിലെ ഏറ്റവും അനിവാര്യമായ ആളുകൾക്ക് വേണ്ടിക്കൊണ്ട് പഞ്ചായത്തും ഭരണസംവിധാനവും ഒക്കെ തന്നെ കനിഞ്ഞും ശ്രമിച്ചിട്ടും അത് നടക്കാൻ നമ്മൾ സമൂഹത്തിൽ തയ്യാറാവില്ല എന്നുള്ള ഖേദകരമായ വസ്തുത മുമ്പിലുണ്ട്. അതൊരു സങ്കടകരമായ കാര്യം തന്നെയാണ്, നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എല്ലാ തരത്തിലും ഉയർത്തിക്കൊണ്ടുവരുന്ന വ്യക്തികളെ സംബന്ധിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പങ്കുചേരാതെ പോയ ഒരുപാട് ആൾക്കാർ, വലിയ വിദ്യാഭ്യാസമുള്ളവരുണ്ട്, വലിയ സംസ്കാരമുള്ളവരുണ്ട്. അവരൊന്നും നമുക്ക് ആ രീതിയിൽ സഹായം ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എന്ത് തന്നെയായാലും നമുക്കറിയാം, ഈ ഒരു സ്ഥാപനം അവിടെ ഉണ്ടായേ പറ്റുള്ളൂ, അതുണ്ടാവുകയും ചെയ്യും. തീർച്ചയായിട്ടും ഇതിന്റെ പ്രവർത്തനത്തിൽ ആ ദുർഘട പ്രതിസന്ധിയൊക്കെ തന്നെ ആ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടിക്കൊണ്ട് ഒരുപാട് ആളുകൾ സന്ദർഭമായിട്ടും അവരുടെ വാക്കുകൊണ്ടും പ്രവൃത്തിയോടൊക്കെ സഹായിച്ചിട്ടുണ്ട്. അവരൊക്കെ നമുക്ക് ഈ സമയത്ത് അവരൊക്കെ ഓർക്കുക. തികച്ചും ഈ സമയത്ത് ഞാൻ വളരെ ചാരിതാർത്ഥ്യമുള്ള മുഹൂർത്തത്തിലാണ് നമ്മുടെ ആ സ്ഥാപനത്തിൽ തറക്കൽ ചടങ്ങ് ഏറ്റവും ഭംഗിയായി നടത്താൻ സാധിച്ചു. ഈ കോയിച്ചൊരുന്ന മണിയത്തും ഇത്രയും പേരോട് എത്തിച്ചേർന്ന് തന്നെ ഇതിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ടാണ് തികച്ചും നമുക്ക് ഈ ഒരു ചടങ്ങ് ധന്യമാക്കി എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ ആദ്യമേ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. ഞാനെൻ്റെ കർത്തവ്യത്തിനെ നിർവഹിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ പരിപാടി ബഹുമാനപ്പെട്ട ഇളമരം കരീം MP ഫണ്ടാണ് നമുക്ക് ലഭ്യമായത്. MP സാന്നിധ്യം നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ MP അടിയന്തരമായിട്ട് ഒരു ദൂരസ്ഥലത്തേക്ക് പോകേണ്ടി വന്നതുകൊണ്ട് MP എത്താൻ കഴിയില്ല എന്നിപ്പോൾ അറിയിച്ചിട്ടുണ്ട്. നമ്മൾ ബഹുമാനപ്പെട്ട MLA ഏത് സമയത്തും നമ്മളൊപ്പം ചേർന്ന് നിൽക്കുന്ന, നമ്മൾ എന്ത് പരിപാടിക്കും നമ്മളൊപ്പം നിൽക്കുന്ന, ഏത് പ്രതിസന്ധി മറികടക്കാൻ നമ്മളൊപ്പം നിൽക്കുന്ന ബഹുമാനപ്പെട്ട MLA നമ്മളൊപ്പമുണ്ട്. MLA നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുന്നുണ്ടാവും. അതുകൊണ്ട് MLA ഞാൻ സദസ്സിന്റെ പേരിൽ, ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ, നിങ്ങൾ എവിടെയും പേരിൽ കൃത്യമായിട്ട് വേദിയിലേക്ക് ഞാൻ ആദ്യമേ സ്വാഗതം ചെയ്യട്ടെ. ഈ സദസ്സിൽ മുഖ്യാതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീമാൻ അരിയിലാലിയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പ് സംവിധാനം ഒക്കെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മേൽത്തോട്ടത്തിലാണ്. അതിൽ കുടുംബശ്രീ മിഷന്റെ വലിയ പങ്കുണ്ട്. ഇപ്പൊ നമ്മൾ ബഡ്ജറ്റ് ആരംഭിച്ച സമയത്ത് കുടുംബശ്രീ മിഷൻ നമുക്ക് നമ്മൾ കൊടുത്ത പ്രൊജക്ട് അനുസരിച്ച് 25 ലക്ഷം രൂപ നമുക്ക് പാസ്സാക്കി. അതിൽ 12 ലക്ഷം രൂപ നമുക്ക് വാങ്ങിയിട്ടുള്ളൂ. ആ 12 ലക്ഷം രൂപ വാങ്ങിയ സാധനം തന്നെ വെക്കാൻ നമുക്ക് അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് തേച്ചു കൊടുത്ത് സാധനം വാങ്ങിയിട്ടില്ല. അപ്പൊ 25 ലക്ഷം രൂപ കുടുംബശ്രീ മിഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ആ മിഷൻ നമ്മൾ ഈ കെട്ടിടത്തെ പണി പൂർത്തി ആകുന്നതോടുകൂടി ഈ ഭിന്നശേഷി ആളുകൾക്ക് വേണ്ടിയുള്ള ഉപകരണങ്ങളൊക്കെ തന്നെ നമുക്ക് വാങ്ങാൻ സാധിക്കും. അങ്ങനെ വലിയ സംവിധാനം നമ്മുടെ മുമ്പിലുണ്ട്. കുടുംബശ്രീ മിഷനും ബ്ലോക്ക് പഞ്ചായത്തും ഒക്കെ ഉള്ള സംവിധാനങ്ങൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. പ്രത്യേകിച്ച് ബ്ലോക്ക് പഞ്ചായത്തിന്റെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനാണ് ഇതിന്റെ വർക്കൊക്കെ പരിശോധിക്കുന്ന നോക്കുന്നതൊക്കെ തന്നെ. സെക്രട്ടറിയാണ് ഇതിന്റെ ചുമതലക്കാരൻ, നിർവഹണ ഉദ്യോഗസ്ഥൻ. അത് നോക്കി നമുക്ക് ബ്ലോക്കിന്റെ ആധികാരികമായിട്ടുള്ള പ്രസിഡന്റ് ശ്രീമൻ അലവി അവർ എത്തിയിട്ടുണ്ട്. അവരെ ഞാൻ കുന്നാളം ഗ്രാമപഞ്ചായത്തിന് വേണ്ടിയിട്ട് ഈ സദസ്സിന് വേണ്ടിയിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. നമ്മുടെ യോഗത്തില് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമൻ ലിജി പിൽക്കുന്ന അവർ എത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രക്രിയയിൽ വലിയ പങ്ക് വഹിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. ശ്രീമൻ ലിജി പിൽക്കുന്ന അവരെ ഞാൻ ഈ വേദിയിലേക്ക് ഈ ഗ്രാമപഞ്ചായത്തിന് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യട്ടെ. നമ്മൾ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമൻ അനിൽകുമാർ,
ഈ അവരുടെ കരിയുമായി അവരുമായി ബന്ധപ്പെട്ട് ഈ ഫണ്ട് ലഭ്യമാക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച വ്യക്തിത്വമാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമാൻ ബി അനിൽകുമാർ അവരുടെ. ഞാൻ ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ സദസ്സിൻ്റെ രാശിക്ക് വേണ്ടി ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് നമ്മൾ എത്തിച്ചേർന്നിട്ടില്ല, എത്തിച്ചേരുമെന്ന് നമുക്ക് കണക്കാക്കാം. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിയോലാൻ അവരോട് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരും ഈ വേദിയിലേക്ക് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഞാൻ അവരെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നമ്മുടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ യൂസി പ്രീതി അവിടെ എത്തിയിട്ടുണ്ട്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ സബ്ന റഷീദ് അവിടെ എത്തിയിട്ടുണ്ട്. അവരെയും ഞാൻ ഗ്രാമപഞ്ചായത്തിൽ വലിയ അനൗപചാരികമായിട്ടാണ് സ്വാഗതം ചെയ്യുന്നത്. അതുപോലെ ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർമാരുടെ ശ്രീമൻ ധർമ്മരത്ന മണ്ണത്തൂർ അവരുടെ എത്തിയിട്ടുണ്ട്. അവരെയും ഞാൻ ഈ സദസ്സിന് വേണ്ടിയും ഗ്രാമപഞ്ചായത്തിന് വേണ്ടിയും സ്വാഗതം ചെയ്യുന്നു. നജീബ് പാലക്കൽ, അദ്ദേഹം നമ്മുടെ രാഷ്ട്രീയ നടത്തുന്ന ഏത് പരിപാടിയും കൃത്യസമയത്ത് എത്തിച്ചേരുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ്. അവരെയും ഞാൻ ഈ രാഷ്ട്രീയക്ക് വേണ്ടി നിങ്ങളുടെയും പേരിൽ ഈ വേദിയിൽ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നമുക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പറല്ല ശ്രീമൻ ശിവാനന്ദൻ അവരോട് എത്തിയിട്ടുണ്ട്. അവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നീട് നമ്മുടെ വിവിധ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ CDSലെ ചെയർപേഴ്സൺ, അവർക്ക് വലിയ നിർണായകമായ പങ്കുള്ള സ്ഥാനമാണത്. അതിൻ്റെ ചെയർപേഴ്സൺ ശ്രീമാൻ പി പ്രസന്ന, അതേപോലെ അക്കൗണ്ടന്റ്, വൈസ് പ്രസിഡന്റ് ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് കൃത്യമായിട്ട് സ്വാഗതം ചെയ്യണം. വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധിച്ചുകൊണ്ട് ശ്രീമാൻ ഷിജോ കൊടനിലം എപ്പോഴും നമ്മുടെ രാഷ്ട്രീയ പരിപാടിക്ക് എത്തിച്ചേർന്ന വ്യക്തിത്വം. എം ബാലസുബ്രഹ്മണ്യം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രവീൺ പടനിലം എത്തിച്ചേർന്നിട്ടുണ്ട്. ഷാജി, സജീവ് അവരോട് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ ഞാൻ ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ബ്ലോക്കിന്റെ സെക്രട്ടറി ശ്രീ കെ എം ഗിരീഷ് സാർ എപ്പോഴും നമ്മുടെ ഈ വിഷയത്തെ സംബന്ധിച്ച് എപ്പോഴും എന്നെ കണ്ടിട്ട് ആദ്യം ചോദ്യം അയാൾ ഫിറ്റ്നസ് സ്കൂൾ എവിടെ എത്തി, റോഡായോ, ബിൽഡിംഗ് ആയോ, എന്തൊക്കെ അതിന്റെ സ്വഭാവങ്ങൾ എന്ന് കൃത്യമായിട്ട് എപ്പോഴും ചോദിക്കുകയും ഈ വിഷയത്തിൽ അനവധി തവണ ഇടപെടുകയും ചെയ്ത വ്യക്തിത്വമാണ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി. ആ ഗിരീഷ് സാർ അവിടെ എത്തിയിട്ടുണ്ട്. അവരെ ഞാൻ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഈ വേദിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, ഇപ്പം നമുക്ക് 15 സെന്റ് സ്ഥലം നമുക്ക് വേണ്ടി തന്നുള്ള സാന്ത്വനത്തിൽ എത്തിയിട്ടുണ്ട്. കാരണം സാന്ത്വനത്തിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം 15 സെന്റ് ഭൂമി, വിലപിടിച്ച ഭൂമി നമ്മൾ ചോദിച്ച സമയത്ത് തന്നെ അവർ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. ഇങ്ങനെ അഭിപ്രായം പറഞ്ഞ സമയത്ത് അവർ മക്കളുമായിട്ട് ആലോചിച്ചു. അവർ പറഞ്ഞ ഒരേ ഒരു കാര്യമുള്ളൂ, അതവിടെ കാട് പിടിച്ച് കിടക്കാൻ പാടില്ല. റോഡ് വാങ്ങുന്ന സമയത്ത് എൻ്റെ മനസ്സിനകത്തേക്ക് വന്ന വികാരം അത് തന്നെയായിരുന്നു. ഒരിക്കലും കാട് പിടിച്ച് കിടക്കാൻ കാലം 15 സെന്റ് ഭൂമിയാണ്, അത് ഉപയോഗപ്പെടുത്തണമെന്നാണ് അവർ സൂചിപ്പിച്ചത്. ഞാൻ സ്ഥാനാർത്ഥി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥിയെ ഞാൻ പഞ്ചായത്തിന് പേര് പ്രത്യേകം അഭിനന്ദിക്കുകയും ഈ സദസ്സിന്റെ പേര് സ്വാഗതം ചെയ്യും. ഈ പേരിൽ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ഭിന്നശേഷിയിലെ നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾ ഇവിടെയുണ്ട്, ടീച്ചർമാരുണ്ട്, അതിൻ്റെ മറ്റ് ഹെൽപ്പറും വർക്കറൊക്കെ അവിടെ ഉണ്ട്. അതേപോലെ നമ്മുടെ അംഗനവാടി ജീവനക്കാരുണ്ട്, തൊഴിലുറപ്പ് ജീവനക്കാരുണ്ട്, മറ്റ് സാഹചര്യ ഉന്നത വ്യക്തിത്വങ്ങളുണ്ട്. എല്ലാവരെയും ഞാൻ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വേദിയിൽ അധ്യക്ഷം വഹിക്കാൻ വേണ്ടിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റോട് അഭ്യർത്ഥിക്കുന്നു. ഒരു കാര്യം, ഇപ്പൊ നമ്മുടെ വാർഡില് മുഹമ്മദ് അൻസിൽ മുണ്ടക്കൽ കേട്ടിട്ടുണ്ടാവില്ലേ? ആ കുട്ടി ഭിന്നശേഷി കുട്ടിയാണ്. ഉമ്രയ്ക്ക് പോയ സമയത്ത് അവിടെ മരണപ്പെട്ടു. ആ കുട്ടി പോകുന്നതിന് തലേന്ന് ഞാൻ ആ കുട്ടീൻ്റെ വീട്ടിൽ പോയിരുന്നു. വീട്ടിൽ സമയത്ത് ആ കുട്ടി പറഞ്ഞു, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നൊക്കെ പരസ്പരം അങ്ങോട്ടും പങ്കിട്ട് കൃത്യമായിട്ട് ഞങ്ങൾ പിരിഞ്ഞതാണ്. തലേന്ന് പോകുന്ന സമയത്ത് അവരമ്മനെ വിളിച്ചിരുന്നു, അവിടെ പോകണം എന്ന് ഞാൻ പോയിരുന്നു. അപ്പൊ ആ കുട്ടിയുടെ വിയോഗം, പ്രത്യേകിച്ച് നമ്മുടെ ഭിന്നശേഷി കുട്ടി നൽകി നമ്മോടൊപ്പം ഒരുപാട് ഫംഗ്ഷനും പരിപാടിയൊക്കെ വരുന്ന കുട്ടിയായിരുന്നു അവർ. ഒന്നാമത്തെ ഏത് പരിപാടി ഉണ്ടെങ്കിലും, ഭിന്നശേഷി പരിപാടി ഉണ്ടെങ്കിലും ആ കുട്ടി എപ്പോഴും വരാൻ തയ്യാറാണ്. ഞങ്ങൾ വണ്ടി കൊണ്ടുവന്ന് ഇപ്പൊ നജീബറൊക്കെ അവിടെ വണ്ടി കൊണ്ടുവന്ന് കയറ്റി കൊണ്ടുവന്ന കുട്ടിയാണ്. ആ കുട്ടിയുടെ ഇത്തരത്തിൽ അകാലമായ വിയോഗത്തിൽ നമുക്ക് ഏവർക്കും ഒരു മിനിറ്റ് എണീറ്റ് നിന്ന് ഒരു നിമിഷം നമുക്ക് മൗനമായിരിക്കാം. പ്രിയമുള്ളവരെ, ഇവിടെ സ്വാഗതത്തിൽ തന്നെ ചന്ദ്രയുടെ സൂചിപ്പിച്ചു. ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന വ്യക്തി നമ്മളെ ശാന്തേച്ചി പുതിയോട്ടിൽ. നമുക്ക് ഈ ഒരു ബഡ്സ് സ്കൂളിന് വേണ്ടിയിട്ട് 15 സെന്റ് സ്ഥലം സൗജന്യമായിട്ട്, നമുക്കറിയാം ഇന്ന് ഒരു റോഡ് വർക്ക് തുടങ്ങുന്ന സമയത്ത് തർക്കം തീർക്കേണ്ട ഒരു പ്രയാസത്തിലാണ് അധിക വാർഡ് മെമ്പറും ഉണ്ടാവാറുള്ളത്. എന്ന് വെച്ചാൽ ഒരു അതിര്
വിട്ടുതരാൻ വേണ്ടിയിട്ട് മനസ്സ് കാണിക്കാത്ത ആളുകളുള്ള ഒരു സമയത്ത് 15 സെന്റ് സ്ഥലം, അതും പിലാശ്ശേരി ഭാഗത്ത് വിട്ടുതരിക എന്നുള്ളത് ഏറ്റവും നല്ലൊരു മനസ്സിന്റെ ഉടമകൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. പുതിയോട്ടിൽ മാധവേട്ടൻ നമ്മെ വിട്ടുപോയിരിക്കുകയാണ്. അവരുടെ സ്മരണാർത്ഥം ശാന്തേച്ചി നമുക്ക് സമർപ്പിച്ചതാണ് 15 സെന്റ് സ്ഥലം. നമുക്ക് ഏറ്റവും സമൂഹത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ട ആളുകളാണ് ഈ ഭിന്നശേഷിക്കാരായ ആളുകൾ. ഇവർക്കൊരു സ്കൂള് എന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമായിരുന്നു. ഈ താൽക്കാലികമായിട്ട് ഇപ്പോൾ ചെത്തുകടവിലാണ് ഈ സ്കൂള് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇത്ര സൗകര്യ ഒരു പരിമിതി മാത്രത്തിൽ ഒതുങ്ങി കൂടുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമുക്കറിയാം, അപ്പോൾ 15 സെന്റ് സ്ഥലത്ത് ഒരു കെട്ടിടം സ്ഥലം ആരെങ്കിലും സൗജന്യമായി തന്നാൽ മാത്രമേ നമുക്ക് MLA അല്ലെങ്കിൽ MP ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ സമീപിച്ച് ഫണ്ട് വാങ്ങിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് മെമ്പറും ആയിട്ടുള്ള ചന്ദ്രേട്ടനും ഒക്കെ ഒരുപാട് പ്രയാസം അനുഭവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ലെവലിൽ എത്തി നിൽക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും ഈ ഒരു ഭരണസമിതിയുടെ കാലയളവിൽ തന്നെ ഇതിന് തറക്കല്ലിട്ടതിൽ വളരെയേറെ സന്തോഷമുണ്ട്. കാരണം അത്രയേറെ ഈ കുട്ടികളുടെ രക്ഷിതാക്കൾ എപ്പോഴും ഞങ്ങളെ കാണുന്ന സമയത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇവരെ സ്കൂളിലേക്ക് പോകുന്ന സമയത്തെങ്കിലും ഇവർക്കൊരു ആശ്വാസമാണ്. കാരണം നമുക്കറിയാം, അമ്മമാര് ഇപ്പൊ നമ്മളെ മുന്നിൽ തന്നെ ഉമ്മ കുട്ടീനെ എടുത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ കുറഞ്ഞ സമയത്ത് ഇവരെ പരിചരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് മാറുന്ന സമയത്തെങ്കിലും അവർക്ക് അവരുടേതായ കാര്യങ്ങൾക്ക് പോകാനൊക്കെ തന്നെ ഒരു സൗകര്യമാണ്. അപ്പം അതിന് വണ്ടിയും സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇവരെ സ്കൂളിലേക്ക് വിടാൻ സൗകര്യമാണ്. അല്ലെങ്കിൽ ഓട്ടോ വിളിച്ചു പോകാന്ന് നമുക്കറിയാം, ഭാരിച്ച ഒരു പൈസ വേണം. ഇത്തരത്തിലുള്ള അംഗങ്ങൾ വീട്ടിലുണ്ടാവുന്നവരുടെ പ്രയാസം നമുക്കേറെ മനസ്സിലാവുന്നതാണ്. അപ്പോൾ വണ്ടി സൗകര്യം ഒക്കെ ചെയ്തു കൊടുത്തു. വളരെ സന്തോഷത്തിലാണ്. ഇപ്പോൾ 1-2 മാസമായിട്ട് ഇവര് രക്ഷിതാക്കളും ആ കുട്ടികൾ അവിടേക്ക് വരുന്നതും ഒരു ദിവസം പോലും പോവാൻ, ഇവർക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസം പോലും പോവാൻ താല്പര്യമാണ്. അത്രയും ടീച്ചർമാരെയും ആയമാരെയും ഒക്കെ ഇവർ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ വലിയൊരു സന്തോഷം തന്നെയാണ്. ഈ സ്കൂള് എത്രയും വേഗം പണി പൂർത്തീകരിച്ച് ഇവർക്ക് സ്കൂളിലേക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് മനസ്സുകൊണ്ട് വിചാരിച്ചുകൊണ്ട് ഈ ഒരു ശിലാസ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ നമ്മളെ അമരം കരീം MP ആയിരുന്നു. ചില പ്രയാസത്തിൽ എത്തിപ്പെടാൻ സാധിച്ചില്ല. നമ്മുടെ വികസന നായകൻ നമ്മുടെ MLA ഈ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വിശിഷ്ടാതിഥി ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അലി, ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് അനിൽകുമാർ, മറ്റ് വേദിയിൽ സന്നിധരായിട്ടുള്ള ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലെ പ്രിയപ്പെട്ട സാരഥികളെ, വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനകളിൽ നിന്ന് ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കാനെത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, നമ്മുടെ പ്രിയപ്പെട്ട പുതിയോട്ടിൽ ശാന്ത അവരുടെ മറ്റ് സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ സന്തോഷ നിമിഷത്തിന് നമുക്കെല്ലാം ഒത്തുകൂടാൻ സാധിച്ചത് 2 ആളുകൾ നമ്മളോട് കാര്യമായ രീതിയിൽ സഹകരിച്ചതുകൊണ്ടാണ്. ഒന്ന് ബഹുമാനപ്പെട്ട ശ്രീ എളമരം കരീം MP. അദ്ദേഹം വളരെ കുറച്ചു കാലമാണ് നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നത് ജനപ്രതിനിധിയായിട്ട്. ആ സമയത്ത് അദ്ദേഹത്തോട് ഈ ഒരു കാര്യം സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന പണം മുഴുവനും അദ്ദേഹം ഈ കാര്യത്തിന് നൽകി എന്നാണ് ബഹുമാനപ്പെട്ട സ്വാഗത പ്രാസംഗികൻ ഇവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു വിഭാഗം കുട്ടികളോട് വലിയ മമതയുള്ള ഒരാളാണ്. കാരണം അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ അദ്ദേഹം അതിൻ്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നന്നായി അറിയുന്ന ഒരു വ്യക്തിയാണ് ശ്രീ എളമരം കരീം. രണ്ടാമത്തെ ഒരാൾ എന്ന് പറയുന്നത് പുതിയോട്ടിൽ മാധവൻ്റെ സ്മരണക്കായി ഈ 15 സെന്റ് സ്ഥലം നമുക്ക് തന്ന നമ്മുടെ പ്രിയപ്പെട്ട ശാന്ത അവர்களാണ്. അപ്പോൾ അവർക്ക് 2 ആൾക്കും നന്ദി പറയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മളിവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികൾ ഏറ്റവും നന്നായി അവരെ പരിചരിക്കുകയും അവരെ കൊണ്ട് നടക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം സമൂഹത്തിൻ്റെതാണ്. ആ സമൂഹം ചെയ്യേണ്ട ഉത്തരവാദിത്തമാണിപ്പോൾ ഗ്രാമപഞ്ചായത്ത് ഇതുപോലെയൊരു സംവിധാനത്തിലൂടെ ഏറ്റെടുത്തിരിക്കുന്നത്.
നമുക്കെല്ലാം ഈ കാര്യങ്ങളെ സംബന്ധിച്ച് നന്നായിട്ട് ബോധ്യമുള്ളതുകൊണ്ട് കൂടുതൽ എന്തെങ്കിലും സംസാരിക്കേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആളുകളെയും നമുക്ക് സംരക്ഷിച്ച് നിർത്തേണ്ടതുണ്ട്. ഇപ്പം ഞാനൊരു മരിച്ച വീട്ടിൽ പോയി വരികയാണ്. ആ കുട്ടിയും ഇതുപോലെ ഉള്ള ഒരു കുട്ടിയായിരുന്നു. അവർ തീർത്ഥാടനത്തിൽ പോയി ആ വഴിയിൽ വിദേശത്ത് വെച്ചാണ് മരണപ്പെട്ടത്. അപ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമായ നമ്മളെല്ലാം ചേർന്ന് നിർവഹിക്കേണ്ട ഒരു കടമയാണ് ഇപ്പോൾ നമുക്ക് വേണ്ടി ഗ്രാമപഞ്ചായത്ത് നിർവഹിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടു കൂടി ബഹുമാനപ്പെട്ട ഇളവരം കരീമിന് വേണ്ടി ഈ കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചത് അറിയിച്ചു അവസാനിപ്പിക്കുന്നു. നമുക്ക് സ്ഥല സംഭാവന സമർപ്പിച്ച സാന്ത്വനത്തിയെ ആദരിക്കുക എന്നുള്ളത് ഒരു വലിയ ദൗത്യമാണ്. നമ്മുടെ ഈ ദേശത്തിൻ്റെ ഒരു ദൗത്യമാണ്. അത് ഏറ്റുവാങ്ങാൻ വേണ്ടിക്കൊണ്ട് ശാന്തിയെ ക്ഷണിക്കുന്നു. ആരോപണം ചെയ്യാൻ വേണ്ടിക്കൊണ്ട് MLA അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി ചന്ദ്രേട്ടനെ ആദരിക്കുന്നതിന് വേണ്ടി പൗരാവലി. കഴിഞ്ഞ 2 തവണയായിട്ട് 8.5 വർഷക്കാലം ഈ കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിൽ 3-ാം വാർഡിനെ പ്രതിനിധീകരിച്ച് നമ്മുടെ വാർഡ് മെമ്പർ ബഹുമാനപ്പെട്ട ചന്ദ്രേട്ടൻ ഒട്ടനവധി പ്രവർത്തനങ്ങൾ, കൂടുതലായിട്ട് അതിനെപ്പറ്റി ഒന്നും വിശദീകരിക്കുന്നില്ല, 8.5 വർഷം കൊണ്ട് ഇവിടെ പൂർത്തീകരിക്കാത്ത പല പ്രവർത്തനങ്ങളും ആദ്യത്തെ 3.5 വർഷം കൊണ്ട് ഈ 3-ാം വാർഡിൽ പൂർത്തീകരിച്ചു തരികയും ഈ കഴിഞ്ഞ 5 വർഷം ആരോടൊക്കെ ഏതെല്ലൊക്കെ MP-മാരിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരിൽ നിന്നും ബഹുമാനപ്പെട്ട MLA-യിൽ നിന്നുമൊക്കെ എന്തെല്ലൊക്കെ വാങ്ങി 3-ാം വാർഡിലേക്ക് കൊണ്ടുതരാൻ പറ്റുമോ അതൊക്കെ കണ്ടുവന്ന് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ ചന്ദ്രേട്ടനെ ആദരിക്കുന്നതിന് വേണ്ടി കാക്കേരി രാജുവേട്ടനെ ലാശ്ശേരി പൗരാവലിക്ക് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി മുഖ്യ അതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അരിയലൊക്കെ ക്ഷണിക്കുകയാണ്. ഭയങ്കരമായിട്ടുള്ള അധ്യക്ഷ, നമ്മുടെ മഹത്തായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള നമ്മുടെ MLA PTA റഹീം അവர்களுം ഗ്രാമപഞ്ചായത്തിൻ്റെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒക്കെ പ്രതിനിധികളും ഇവിടെ എത്തിച്ചു വന്നിട്ടുള്ള സഹോദരി സഹോദരങ്ങളെ, ഏറ്റവും മഹനീയമായ ഒരു ദൗത്യത്തിനാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. നമ്മൾ ഈ ബഡ്സ് സ്കൂൾ അതിൻ്റെ കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ ബഡ്സ് സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ വേണ്ടത്ര സൗകര്യങ്ങളിലല്ല. അത് നല്ല സൗകര്യത്തോടു കൂടിയുള്ള ഒരു കെട്ടിടം ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മൾ അതിനുവേണ്ടി ആശംസകൾ അർപ്പിക്കുന്നു. ബഡ്സ് സ്കൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നത് പോലെ അത്ര നിസ്സാരമല്ല. ഒരുപാട് രക്ഷിതാക്കൾക്ക്, കുട്ടികൾക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു പദ്ധതിയാണ്. അത് അനുഭവിച്ചറിയണമെങ്കിൽ നമ്മുടെ ഭിന്നശേഷിക്കാരായ ആളുകൾ, വീട്ടിലുള്ള ആളുകളോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ അവരുടെ ഒരവസ്ഥ മനസ്സിലാക്കിയാൽ നമുക്കത് ബോധ്യമാകും. ചിലർ ജന്മന ഭിന്നശേഷിക്കാരായി പോകുന്നു. അത് ഒരു ചികിത്സയിലൂടെ പലതും മാറ്റിയെടുക്കാൻ കഴിയുന്നില്ല. മരണം വരെ ഒരവസ്ഥയിൽ കഴിയുന്ന ഭിന്നശേഷിക്കാരായ ആളുകൾ നമ്മളധികവും കണ്ടുവരുന്നത് അങ്ങനെയാണ്. ആ കുട്ടികളെ തെല്ലും പ്രയാസമില്ലാതെ ഞങ്ങൾക്ക് ദൈവം നൽകിയത് ഇങ്ങനെയാണ്, അതിനെ വേണ്ട രൂപത്തിൽ പരിചരിക്കുക എന്നുള്ള ദൗത്യം, ഒരു ധർമ്മം അത് എല്ലാ രക്ഷിതാക്കളും പുലർത്തുന്നുണ്ട്.
നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവർക്ക് ആ രക്ഷിതാക്കൾക്ക് വേണ്ട രൂപത്തിൽ അവർ പങ്കെടുക്കേണ്ട ചടങ്ങുകളിലൊന്നും പോകാൻ കഴിയാറില്ല. പല ആഘോഷങ്ങളും അവർക്ക് പങ്കെടുക്കാൻ കഴിയാറില്ല. അതുപോലെ ഈ കുട്ടികൾ അവരവരുടെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നൊരവസ്ഥ. അവർക്കും ചില ആഗ്രഹങ്ങളുണ്ട്, അവർക്കും ചില ആശയവിനിമയങ്ങൾ നടത്താനുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ, സംസാരശേഷിയില്ലാത്ത, കേൾവിശേഷിയില്ലാത്ത ആളുകൾ പരസ്പരം സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? നമുക്കാർക്കും ഒരു പക്ഷേ മനസ്സിലായിക്കൊള്ളണം എന്നില്ല, പക്ഷെ അവർക്കത് പരസ്പരം കൃത്യമായി മനസ്സിലാക്കും. അതുപോലെ ഇതുപോലുള്ള കുട്ടികൾ ഒരുമിച്ചിരിക്കാനുള്ള ഒരിടം അവർ വീടിൻ്റെ വെളിയിൽ പോയി, അങ്ങനെയാണല്ലോ നമുക്ക് ഇങ്ങനെ സ്ഥലങ്ങൾ മാറി മാറി ഇരിക്കുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സ്നേഹം, ഒരു സന്തോഷം നമുക്കുണ്ടാവില്ലേ? അതുപോലെ അവർക്ക് അവരുടെ വീടുകളിൽ നിന്ന് ഒരു ദിവസം മാറി നിൽക്കാനുള്ള ഒരല്പസമയം അല്ലെങ്കിൽ ഒരു 3-4 മണിക്കൂർ മാറി നിൽക്കുന്ന ഒരിടാണ്. ആ മാറി നിൽക്കുന്ന സമയങ്ങളിൽ ആ രക്ഷിതാക്കളും എന്താണ് ചെയ്യുക? ആ രക്ഷിതാക്കൾക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാം. അല്ലാതെ വിദ്യാഭ്യാസം മാത്രമല്ല ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ആ രക്ഷിതാക്കളൊന്ന് ഫ്രീ ആയി അവർക്ക് കല്യാണത്തിനോ മറ്റു കാര്യങ്ങൾക്കോ ചെറിയ ജോലികൾക്കോ ഒക്കെ പോകാൻ സാധിക്കും. പഴയ കാലത്തൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മളൊക്കെ കേൾക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴതൊന്നും കേൾക്കാറില്ല. പഴയ കാലത്ത് കുട്ടിയെ ചങ്ങലക്കെട്ട് രക്ഷിതാവ് പുറത്തേക്ക് പോയി, വീട്ടിൽ പൂട്ടിയിട്ട് അതിൻ്റെ മാതാവ് എവിടെ പോയി? പുറത്തു പോയി. നമ്മളൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു പക്ഷേ തോന്നും, ഇങ്ങനെ രക്ഷിതാവുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പല കുട്ടികളും, എല്ലാവരും അല്ല, പിന്നെ ശേഷിക്കാരെന്ന് പറയുമ്പോൾ ഒരു കുട്ടിക്കുള്ള രീതിയിലല്ല മറ്റൊരു കുട്ടിക്ക്. വളരെ പ്രയാസമുള്ള തലങ്ങളുണ്ട്, കുറച്ചൊക്കെ വലിയ പ്രയാസങ്ങളില്ലാത്ത കാര്യങ്ങളുണ്ട്. എന്നാൽ ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആരോ വീട്ടിൽ വെച്ച് പോയാൽ ആ കുട്ടികൾ ആ വെച്ചെടുത്ത് അവരിരിക്കില്ല. അവർ വീട്ടിൽ പോയി എന്തെങ്കിലും കറണ്ടിലോ കമ്പിയിലോ തോട്ടിലോ പുഴയിലോ ഒക്കെ പോയി അപകടത്തിൽപ്പെടുന്ന അവസ്ഥകൾ പലപ്പോഴും വരാറുണ്ട്. പലപ്പോഴും രക്ഷിതാക്കൾ ഒരു പക്ഷേ മാതാവ് മാത്രമായിരിക്കും. ആ മാതാവിന് എന്തെങ്കിലും അവർക്ക് കൊടുക്കണമെങ്കിൽ അവർക്ക് ജോലിക്ക് പോകണം, എവിടെയെങ്കിലും പോയി ഇവർക്കുള്ള ഭക്ഷണത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പണി ഏതെങ്കിലും വീട്ടിലൊക്കെ പോയി എടുക്കേണ്ടി വരും. ആ സമയത്ത് ഈ കുട്ടിയെ ഒറ്റയ്ക്ക് വെച്ച് പോകാനും വയ്യ, എടുത്തുകൊണ്ട് പോകാനും വയ്യ. അങ്ങനെ ആ വീട്ടിൽ പോയി വരുമ്പോൾ വരെ ഈ കുട്ടിയെ പരിചരിക്കാൻ മറ്റൊരാൾ ഉണ്ടാവുകയുമില്ല. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ ഈ രക്ഷിതാക്കൾ പെടാറുണ്ട്. ആ അവസ്ഥയിൽ നിന്നൊക്കെ ഇന്നും ഒരുപാട് മാറി. കാരണം ഇവിടെ പറഞ്ഞതുപോലെ സമൂഹം ഈ ഭാഗത്തെ പരിചരിക്കുന്നതിന്, അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിന് സർക്കാരാണെങ്കിലും ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകളൊക്കെ നോക്കിക്കൊണ്ട് ഇത്തരം സ്ഥലങ്ങൾ, ഇടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതൊരു ഒരുപാട് ആളുകൾക്ക് അത് പ്രയോജനമാകുന്നുണ്ട്. നമ്മളാ കുട്ടിയെ, എനിക്കൊരു മകനുണ്ട്, ഞാൻ ചുറ്റുകടവ് പിന്നെ ഇവരുടെ പക്ഷ സ്കൂളിൽ കൊണ്ടാക്കാറുണ്ട്. എന്താവേശമാണ് രാവിലെ വണ്ടിയിലേക്ക് നമ്മൾ കയറുമ്പോൾ വലിയ സന്തോഷമാണ്. തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങാൻ വലിയ പ്രയാസമാണ്. കാരണം അവർക്ക് അവിടെ പോയിരുന്ന ആ രസവും ആ വാഹനത്തിൽ പോയ സുഖവും ഒക്കെ കണ്ടാൽ തിരിച്ച് വീട്ടിലേക്ക് ഇറക്കുമ്പോൾ ഭയങ്കര കലാപമാണ്. നേരെ കുറച്ച് രാവിലെ ആ സ്കൂളിലേക്ക് പോകുമ്പോൾ വളരെ ആവേശത്തോടുകൂടി ഓടുകയാണ്. കാരണം അവർക്കും മാനസികമായി ഇവിടെ എത്തുമ്പോൾ എന്തോ ഒരു സുഖം അവർക്ക് കിട്ടുന്നുണ്ട്. ഒരു സഹോദരി നൽകേണ്ട അല്ലെങ്കിൽ ഒരു മാതാവ് നൽകേണ്ട രീതിയിലുള്ള പരിചരണം ഈ വർഷ സ്കൂളിൽ അവിടെ നിയോഗിക്കപ്പെട്ട ആളുകൾ ചെയ്യുന്നത്. ആ മനസ്സുള്ളവർക്ക് അത് ആ ഒരു പ്രവൃത്തി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇവരെ പരിചരിക്കുക എന്നുള്ളത് നമ്മുടെ സാധാരണ കുട്ടികളെ പരിചരിക്കുന്നത് പോലെയല്ല. കുറച്ചൊക്കെ ക്ഷമ വേണം, കുറച്ചൊക്കെ മാനസികമായി അതിനോട് ഒരു അടുപ്പം വേണം, ഒക്കെ വേണം. അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ആളുകൾ മറ്റിടങ്ങളിൽ പ്രയാസപ്പെടുന്നത് പോലെ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രയാസപ്പെടുന്നത് പോലെ നമ്മുടെ നാട്ടിൽ ഈ വിഭാഗം ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളെ രക്ഷിക്കുന്ന പിന്നെ പരിചരിക്കുന്ന രക്ഷിതാക്കൾക്ക് ഒരുപാട് ആശ്വാസം നൽകുന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതി എത്രയും വേഗം പൂർത്തിയാക്കി
നമുക്ക് ഈ സമൂഹത്തിന് നമ്മുടെ നാടിന് സമർപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു. അതോടൊപ്പം ഇതിനുവേണ്ടി പ്രവർത്തിച്ച ചങ്ങേട്ടൻ നിങ്ങളോട് ആദരിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഒരുപാട് കാര്യങ്ങളിൽ ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. ഏതായാലും എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഞങ്ങൾ സാമ്പത്തിക ശേഷിയില്ലാത്തൊരു കുടുംബത്തിൽ നിന്ന് അവരെ കഴിവുകൊണ്ട് മാത്രം അവർ നേടിയിട്ടുള്ള അവരുടെ പ്രവർത്തന ഫലമായി കൊണ്ട് അവർ NIT നെറ്റ്വർക്ക് എന്ന വിഷയത്തിൽ ഗവേഷണം നടത്തി ഡോക്ടറേറ്റ് വാങ്ങിയിട്ടുള്ള കുട്ടിയാണ് മൃദുല KS. അപ്പോൾ ഡോക്ടർ മൃദുല KSനെ ഈ ഉപഹാരം സ്വീകരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട MLA അത് സമർപ്പിക്കുന്നുണ്ടാവും. നമ്മുടെ വാർഡിലുള്ള തൊഴിലുറപ്പ് ജീവനക്കാർ, കാരണം നാടിന്റെ വികസനത്തിൽ വലിയ പങ്ക് വയ്ക്കുന്നവരാണ്. അവർക്ക് സ്വന്തമായിട്ട് ID കാർഡ് വേണമെന്ന് കഴിഞ്ഞ യുവത്തിൽ നമ്മൾ അഭിപ്രായപ്പെട്ടു. അപ്പം 75ഓളം പേർക്ക് നമ്മൾ ID കാർഡ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ അഭിജയമായ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിക്കുന്നുണ്ടാവും. പിന്നെ ആദ്യം ഖാലിദ് ജതാപുട്ടം ബാക്കിയുള്ള ഏറ്റുവാങ്ങാൻ വേണ്ടിക്കൊണ്ട് ഒന്ന് കനകവല്ലി, രണ്ട് സുനിത എന്നാണ് പേര് ക്ഷണിക്കുന്നത്. അടുത്തതായി ചടങ്ങിന് ആശംസ അറിയിക്കുന്നതിന് വേണ്ടി കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അനിൽകുമാർ അവരുടെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളെല്ലാം വളരെ സന്തോഷത്തിലാണ്. നമ്മുടെ ഭരണസമിതി അധികാരത്തിൽ വന്ന ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിട്ടുള്ള ഒരു തീരുമാനമാണ് ഭിന്നശേഷി കുട്ടികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടൊരു സ്കൂൾ ആരംഭിക്കണം. സ്കൂൾ മാത്രമല്ല, നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. നമ്മുടെ 2 ആശുപത്രി ഭൂമിയില്ലാത്തത് കൊണ്ട് സ്വന്തമായി കെട്ടിടത്തിലേക്ക് മാറാൻ പറ്റാത്ത സാഹചര്യമാണ്. ആയുർവേദ ആശുപത്രിയും ഹോമിയോ ആശുപത്രിയും താൽക്കാലിക സംവിധാനത്തിലാണ് പ്രവർത്തിച്ചത്. നമ്മൾ വന്നതിന് ശേഷം അതിന് 2നും സ്ഥലം ലഭ്യമാക്കി. MLAയുടെ സഹായത്തോടു കൂടി MLA ആയുർവേദ ആശുപത്രിക്ക് 40 ലക്ഷം രൂപ അനുവദിച്ചു. ഹോമിയോ ആശുപത്രി കെട്ടിടത്തിന് 50 ലക്ഷം രൂപയും അനുവദിച്ചു. അതിന്റെ ആയുർവേദ ആശുപത്രിയുടെ കെട്ടിടം പ്രവൃത്തി പൂർത്തിയായി കളരിക്കണ്ടിയിൽ ഉദ്ഘാടനത്തിന് സജ്ജമായി നിൽക്കുകയാണ്. ഹോമിയോ ആശുപത്രിയുടെ പ്രവൃത്തി ആരംഭിച്ചു. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ സ്കൂൾ ആരംഭിക്കുക. ആശുപത്രി കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലം ലഭ്യമായതുപോലെ 5 സെന്റ് സ്ഥലം ലഭിച്ചതുകൊണ്ട് കാര്യമില്ല. ഒരു സ്കൂൾ ആരംഭിക്കുമ്പോൾ അതിന്റെ പ്രവർത്തനങ്ങൾ സൗകര്യപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ചുരുങ്ങിയത് 15 സെന്റ് സ്ഥലമെങ്കിലും ലഭ്യമാവണം. അങ്ങനെയാണ് നമ്മുടെ ചെയർമാൻ ചന്ദ്രേട്ടന്റെ വലിയ ഇടപെടലിന്റെ ഭാഗമായി ഇവിടെ സന്നിഹിതരായിട്ടുള്ള ശാന്തേച്ചിയുടെ കുടുംബം 15 സെന്റ് സ്ഥലം ഒരു പൈസ പോലും പ്രതിഫലം വാങ്ങാതെ ഗ്രാമപഞ്ചായത്തിന് വിട്ടുതരാൻ വേണ്ടി തയ്യാറായത്. അങ്ങനെ സ്ഥലം വിട്ടു തന്നതിന് ശേഷമാണ്, കിട്ടിയതിന് ശേഷമാണ് നമുക്ക് ഈ കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഫണ്ടും ലഭ്യമാകുന്നത്. അതിനെ സംബന്ധിച്ചൊക്കെ ഇവിടെ വിശദീകരിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 6-7 മാസക്കാലം കൊണ്ട് നമ്മുടെ സ്കൂൾ കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിക്കും. സ്കൂൾ പ്രവൃത്തി കെട്ടിടത്തിന്റെ പണി തുടങ്ങിയിട്ടുണ്ട്. ഇടക്കാലത്ത് വന്നിട്ടുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ആ പ്രശ്നങ്ങളെല്ലാം ചന്ദ്രേട്ടൻ തന്നെ ഇടപെട്ട് ഇവിടെ പരിഹരിച്ച് ഇപ്പോ പ്രവൃത്തി ഘട്ടത്തിലേക്ക് കടക്കുകയാണ് വീണ്ടും. ഏതായാലും ഇവിടെ എടുത്തു പറയാനുള്ള ഒരു കാര്യം, എക്കാലവും ശാന്തേച്ചിയുടെ കുടുംബത്തെ കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് ഓർക്കും.
കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിനുള്ള അഗൈതവമായ കടപ്പാട് ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. ഈ സ്കൂൾ സ്ഥാപിക്കപ്പെട്ടാൽ ഈ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ആ സ്കൂളിലേക്ക് പോകുമ്പോഴുള്ള സന്തോഷം അതിവിടെ ബ്ലോക്ക് പ്രസിഡന്റ് വളരെ വിശദമായി പറഞ്ഞു. അതൊക്കെ കാണുമ്പോൾ നമുക്ക് അതിനൊക്കെ സാധ്യമാക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇവർ ഇങ്ങനെ ഭൂമി സ്വമേധയാ വിട്ടുതരാൻ തയ്യാറായത് കൊണ്ടാണ് എന്ന് നമുക്ക് ഓർമ്മയുണ്ടാവണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. ഏതായാലും ഇങ്ങനെ ഒരു സ്കൂൾ വരുന്നതോടുകൂടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കുട്ടികളെല്ലാം അവിടെ വരുന്ന കുട്ടികളെല്ലാം വളരെ സന്തോഷത്തിലാണ്. രാവിലെ വീട്ടിൽ നിന്ന് വാഹനത്തിൽ കയറി സ്കൂളിലേക്ക് വരുന്നു, തിരിച്ച് സ്കൂളിൽ നിന്ന് വാഹനത്തിൽ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇവരെല്ലാവരും ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ കുട്ടികളും രാവിലെ വണ്ടി വരുമ്പോഴേക്കും എല്ലാം റെഡിയായി ചാടി വാഹനത്തിൽ കയറാൻ തയ്യാറായി നിൽക്കുകയാണ്. തിരിച്ച് വൈകുന്നേരം ഇങ്ങനെയല്ല. തിരിച്ച് വൈകുന്നേരം വീട്ടിലേക്ക് പോകാൻ അവർക്ക് താല്പര്യമില്ല, സ്കൂളിൽ തന്നെ നിൽക്കാനാണ് താല്പര്യം. അപ്പൊ എത്രത്തോളം അവർ ഈ സ്കൂളിന്റെ സാഹചര്യം യഥാർത്ഥത്തിൽ അവര് ആഘോഷിക്കുന്നുണ്ട് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അപ്പം ഈ സ്കൂൾ സ്ഥാപിക്കുന്നതോടുകൂടി ഈ കുട്ടികളുടെ ശേഷി വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലഭ്യമാവാൻ വേണ്ടി പോവുകയാണ്. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിച്ച പോലെ കുറെ സമയം അവർക്ക് സൗകര്യപ്രദമായി ഉപയോഗിക്കാനുള്ള സംവിധാനവും ലഭ്യമാവാൻ വേണ്ടി പോവുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ 5 വർഷക്കാലം കൊണ്ട് ചെയ്തു തീർക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇവിടെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ കുന്നമംഗലത്ത് ഇപ്പോ നമുക്ക് ലഭ്യമായിട്ടുള്ള ആനുകൂല്യങ്ങളും അതേപോലെ തന്നെ നേട്ടങ്ങളുമാണ്. ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും, പ്രത്യേകിച്ച് ഭിന്നശേഷി സ്കൂൾ അധികൃതർ, കുട്ടികൾ എല്ലാവരെയും വളരെ സന്തോഷത്തോടു കൂടി കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. അടുത്തതായി കുന്നമംഗലം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിയോലാൽ. നമ്മുടെ ഭിന്നശേഷി ബഡ്സ് സ്കൂൾ കെട്ടിടം പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. ഇനി ഇത് പ്രവർത്തിക്കണം. ഓരോ മാസവും ഇത് പ്രവർത്തിപ്പിക്കാൻ ഒരുപാട് ഫണ്ട് വേണം, അല്ലേ? ഒരുപാട് ഫണ്ട് വേണം. ഭക്ഷണം കൊടുക്കണം, കുട്ടികളെ കൊണ്ടുവരൊക്കെ ചെയ്യണം. അപ്പം നമുക്കതിന് എന്ത് ചെയ്യാൻ പറ്റും, ബ്ലോക്ക് പഞ്ചായത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് സെക്രട്ടറി സൂചിപ്പിച്ചപ്പോൾ പ്രസിഡന്റോട് ചോദിച്ചാണ്. അങ്ങനെ പറ്റുമെങ്കിൽ ആ ഫണ്ട് നമുക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസും മറ്റു കാര്യങ്ങളും ഭക്ഷണവും വാഹനച്ചെലവും ഒക്കെ വേണമെങ്കിൽ നമുക്ക് പദ്ധതിയിൽ വെച്ച് കൊടുക്കാൻ കഴിയുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പ്രസിഡന്റിനോട് ഞാനതിവിടെ പറയട്ടെ എന്ന് ചോദിച്ചതാണ്. അപ്പം അങ്ങനെ ഭിന്നശേഷി ബഡ്സ് സ്കൂളിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി വെക്കുമെന്ന് പ്രസിഡന്റ് പറയുന്നതാണ് ഞാൻ പറയുക. അതോടെ നിങ്ങളെ അറിയിക്കുകയാണ്. നമുക്ക് പദ്ധതി വെക്കാനുള്ള സമയപരിധിയൊക്കെ ഉണ്ട്. ഇപ്പം പദ്ധതി വെക്കാൻ പറ്റുമോ എന്നുള്ള പ്രശ്നമൊക്കെ ഉണ്ട്. പക്ഷേ പുതിയ ഭരണസമിതി വരുന്നുണ്ടെങ്കിൽ നിലവിലെ ഭരണസമിതിക്ക് പറ്റുമെങ്കിൽ നിലവിലെ ഭരണസമിതി വെക്കും, അല്ലെങ്കിൽ പുതിയ ഭരണസമിതിക്ക് ശുപാർശ ചെയ്യുമെന്ന് മാത്രം നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. അതുപോലെ ഇതിനു വേണ്ടി ഇവിടെ ഈ ബഡ്സ് സ്കൂളിലൂടെ വരാൻ വേണ്ടി പ്രവർത്തിച്ച ഇവിടുത്തെ മെമ്പർ ഉൾപ്പെടെയുള്ള ചന്ദ്രേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ, കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി, എല്ലാവർക്കും നമ്മുടെ ഭരണസമിതി ഇപ്പോൾ ഇവിടെ അനിയേട്ടൻ സൂചിപ്പിച്ചതുപോലെ സർക്കാർ ഇങ്ങനെ ഓരോ മേഖല പറയുകയാണ് ചെയ്യുക. ആരോഗ്യം, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ലൈഫ് ഭവന പദ്ധതി, ഇങ്ങനെയുള്ള ഓരോ മേഖലകളിൽ 4 മേഖലകളിലേക്ക് സർക്കാർ വികസനം കൊണ്ടുവരികയാണ്. നമ്മുടെ പഞ്ചായത്ത് അതേ മാതൃക സ്വീകരിച്ചുകൊണ്ട് എല്ലാ മേഖലകളിലും നമ്മുടെ കഴിഞ്ഞ 5 വർഷം ഈ പഞ്ചായത്തിനകത്ത് നടന്നിട്ടുള്ള വികസനങ്ങൾ ഓരോ മേഖലയിലും മികവുറ്റതാണ്. അതിനൊക്കെ ഒരുപാട് പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അപ്പം സ്ഥലം തന്നിട്ടുള്ളവർ ഉൾപ്പെടെ അങ്ങനെ ഒരുപാട് പേര് സഹായിച്ചത് കൊണ്ടാണ് ഈ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. അത്തരത്തിൽ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഇനിയും ഉണ്ടെങ്കിൽ ഈ പഞ്ചായത്തിലെ നമ്മളിപ്പോൾ നവംബർ 1 ഈ അതിദരിദ്രമില്ലാത്ത കേരളമായിട്ട് സർക്കാർ ഇതിനെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അങ്ങനെ നല്ല നല്ല പ്രഖ്യാപനങ്ങൾ പഞ്ചായത്തിനകത്ത് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയണം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, അഭിവാദ്യം. വികസനകാര്യ ചെയർപേഴ്സൺ പ്രീതി UC, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, കുടുംബശ്രീ ബ്ലോക്ക് സെക്രട്ടറി, പ്രിയപ്പെട്ട ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾ, പ്രിയമുള്ളവരെ,
നമുക്കറിയാം മുൻ രാജ്യസഭാ MP എളമരം കരീമിൻ്റെ വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ചതാണ് നമുക്ക് ബഡ്സ് സ്കൂൾ കെട്ടിടത്തിനുള്ള ഫണ്ട്. ഇത് എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിച്ച് ചെത്തുകടവിൽ നിന്നും നമുക്ക് ഇങ്ങോട്ട് മാറേണ്ടതുണ്ട്. ഇതിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. ഇത് എല്ലാവർക്കും, കുട്ടികൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിക്കും. ക്ഷേമകാര്യ ചെയർപേഴ്സൺ ഷംന റഷീദ്. 15 സെന്റ് സ്ഥലം തന്നെ നമ്മളെ സഹായിച്ച നമ്മുടെ ശാന്തയെത്തി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു അടി പോലും തരാൻ തയ്യാറാവാത്ത ആളുകളിൽ നിന്നും ഇത്രയും ഒരു 15 സെന്റ് സ്ഥലം തരികയെന്നുള്ള വലിയൊരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തിനെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ബഡ്സ് സ്കൂൾ ചെത്തുകടവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ ലാശ്ശേരിയിലേക്ക് നല്ലൊരു കെട്ടിടം നിർമ്മിക്കാനുള്ള ഫണ്ട് നമ്മുടെ കരീം MP തന്നിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ. നമ്മുടെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചന്ദ്രേട്ടനെയും അഭിനന്ദിക്കുന്നു. ഈ ഒരു കെട്ടിടം കുട്ടികൾക്ക് ഉപകാരപ്രദമാവട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും. അടുത്തതായി 4ാം വാർഡ് മെമ്പർ കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനൊരു പൊൻതൂവൽ ചേർത്തുന്ന ഒരു പദ്ധതിയാണ് ഈ ബഡ്സ് സ്കൂൾ. ബഡ്സ് സ്കൂളിന് ആവശ്യമായ സ്ഥലം നമുക്കറിയാം, നമ്മളിൽ പലർക്കും അറിയാം. കാരണം നമ്മുടെ നാട്ടിലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന മാധവേട്ടൻ്റെ മനസ്സ് വായിക്കുവാൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കഴിഞ്ഞു. അതിനനുസരിച്ച് അവർ ആവശ്യമായ ഭൂമി തന്നു. അതിനുശേഷം നമ്മുടെ പ്രിയപ്പെട്ട MP ആയിരുന്ന എളമരം കരീം, നമുക്ക് ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പല MP മാരുണ്ടായിരുന്നെങ്കിലും ശരി, നമുക്ക് ഇത്രമാത്രം ഒരു സംഖ്യ അനുവദിച്ചത് ശ്രീ എളമരം കരീമാണ്. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത വാർഡിൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ കമ്മാട്ടിക്കടവ് പാലത്തിന് അന്ന് MP ആയിരുന്ന ശ്രീ AK ഹംസയാണ് നമുക്ക് ഫണ്ട് അനുവദിച്ചത്. അപ്പോൾ ഈ ഫണ്ടിന്റെ കാര്യം പ്രയാസം തരണം ചെയ്ത് കഴിഞ്ഞപ്പോൾ ചന്ദ്രേട്ടൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വികസനത്തിന് പുറന്നു നിൽക്കുന്ന ആളുകൾ സമൂഹത്തിലുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇതിന് പിന്നെ വന്ന പല പ്രയാസങ്ങളും സാമ്പത്തികമായും മാനസികമായും വളരെയധികം പ്രയാസങ്ങൾ തരണം ചെയ്തുകൊണ്ടാണ് ചന്ദ്രേട്ടൻ ഈ പദ്ധതിക്ക് ആവശ്യമായ റോഡടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശ്രീ എളമരം കരീം, അതുപോലെ മാധവേട്ടന്റെ സഹധർമ്മിണിയായ ശാന്തേടത്തി, അതുപോലെ തന്നെ നമുക്ക് പ്രിയങ്കരനായ ചന്ദ്രേട്ടൻ, അദ്ദേഹത്തിന്റെ 3 ലക്ഷം രൂപ ചെലവിട്ടിട്ടാണ് ഈ റോഡ് സ്ഥലം ലഭ്യമായത്. നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് പോലെ പല വികസന പ്രവർത്തനങ്ങളും രസിക്കാത്ത ആളുകളും നാട്ടിലുണ്ട്. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇത്തരമൊരു സംരംഭത്തിന് ബഡ്സ് സ്കൂളിന് വേണ്ടി സ്ഥലം അനുവദിച്ച മാധവേട്ടൻ കുടുംബം സാരഥേച്ചി പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതുപോലെ ഇതിനുവേണ്ടി പ്രയത്നിച്ച ഫണ്ട് അനുവദിച്ച MP എളമരം കരീമിനും, അതുപോലെ വളരെ പ്രയാസത്തിനിടയിലും ഈ സ്ഥലത്തേക്ക് വഴിയില്ലാത്തൊരു സാഹചര്യം വന്ന സ്ഥിതിക്ക് 3 ലക്ഷത്തോളം രൂപ സ്വന്തമായി എടുത്ത് റോഡിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത നമ്മുടെ ചന്ദ്രേട്ടൻ എന്തുകൊണ്ട് പ്രത്യേകം അഭിനന്ദനം അറിയിക്കേണ്ട ഒരു ആളാണ്. ഏതായാലും കൂടുതലും സംസാരിക്കുന്നില്ല. ഈ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഇന്നിവിടെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഭിന്നശേഷി സ്കൂളിനെ പറ്റിയും ഭിന്നശേഷിക്കാരെ പറ്റിയൊക്കെ എല്ലാവരും ഇവിടെ സൂചിപ്പിച്ച് കഴിഞ്ഞു. അപ്പം അതുപോലെ തന്നെയാണ് നമ്മൾ കുടുംബശ്രീ നല്ലൊരു പങ്കാണ് ഈ ബഡ്സ് സ്കൂളിന് വേണ്ടി വഹിക്കുന്നത്. കുടുംബശ്രീയുടെ ഒരു ഭാഗം തന്നെയാണ് ബഡ്സ് സ്കൂള്. അപ്പം നമ്മൾ കഴിഞ്ഞ ചെത്തുകടയിൽ പ്രവർത്തിക്കുന്ന ബഡ്സ് സ്കൂളിലേക്ക് വേണ്ടി കുടുംബശ്രീ മിഷന്റെ ഭാഗത്തു നിന്നും 25 ലക്ഷം രൂപ അവിടെ വകയെത്തിയിട്ടുണ്ട്. അപ്പോൾ കുറഞ്ഞ 12 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അവിടെ നവീകരണ പ്രവർത്തനങ്ങളും ഫർണിച്ചറുകളും ഒക്കെ
വാങ്ങിയത് കുടുംബശ്രീ മിഷന്റെ ഫണ്ട് ഉപയോഗിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, അവിടെ തന്നെ ആ കുറഞ്ഞ സൗകര്യമുള്ള സ്ഥലത്ത് തന്നെ ഇരുന്നിട്ടാണെങ്കിലും ഈ കുട്ടികളെല്ലാവരും നല്ല ഹാപ്പിയാണ്. നമ്മൾ അവരെ സന്ദർശിക്കുന്ന സമയത്തൊക്കെ നമ്മൾക്ക് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യമാണ്. അപ്പോൾ കുറേ കൂടി നമുക്ക് ഈ ബഡ്സ് സ്കൂളിന് വേണ്ടി സ്ഥലം അനുവദിച്ച ശാന്തേച്ചി ഭയങ്കര എന്താ പറയുക, നല്ല നന്മ എടുത്ത് പറഞ്ഞാലും തീരാത്ത അത്രയും വിശാല മനസ്സുള്ള അവരുടെ കുടുംബമായാലും അവരായാലും. ഇപ്പം നമ്മൾ ഈ ബഡ്സ് സ്കൂളിന് വേണ്ടിയിട്ട് സ്ഥലം തന്ന ശാന്തേച്ചിക്കും, അതുപോലെ ഞാനൊരു പത്രത്തിലാണ് കണ്ടിട്ടാണ് അറിഞ്ഞത്, ഇത് സ്കൂളിൽ ഈ സ്ഥലത്തേക്ക് റോഡില്ല, ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തു കൂടെയാണ് ഈ സ്ഥാപനങ്ങളൊക്കെ കൊണ്ട് പോയതെന്നും. അപ്പോൾ അയാളത് വഴി കൊട്ടിയടിച്ചു, പൈസ കൊടുത്താൽ സ്ഥലം തരാമെന്ന് പറഞ്ഞു. നമ്മളെ 3-ാം വാർഡ് മെമ്പറും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ചന്ദ്രേട്ടൻ അത് സ്വന്തം പൈസ കൊടുത്തത് വഴി വാങ്ങിയെന്നറിഞ്ഞു. അതിൽ വളരെ സന്തോഷം. ചന്ദ്രേട്ടന് വലിയൊരു എന്താ പറയുക, നല്ലൊരു മനസ്സിനുടമയാണ്. ചന്ദ്രേട്ടനെ വലിയൊരു നന്ദി പറയുകയാണ് ഇതിനു വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ ബഡ്സ് സ്കൂള് ശിലാസ്ഥാപനമൊക്കെ കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണി പുരോഗമിക്കട്ടെ, കുട്ടികൾക്ക് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് നല്ലൊരു സ്കൂളിലേക്ക് മാറാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ബഡ്സ് സ്കൂളിലെ കുട്ടികൾ എന്ന് പറയുന്നതിനേക്കാൾ നല്ലൊരു പദം സഹോദരങ്ങൾ എന്ന് പറയുന്നവരായിരിക്കും. കാരണം ഞാൻ എപ്പോഴും കാണുകയും പരിചയമുള്ള പാപ്പി ഉൾപ്പെടെയുള്ള ആളുകൾ, ഞങ്ങൾ പാപ്പി എന്നാ വിളിക്കുക, പാപ്പി ഉൾപ്പെടെയുള്ള ആളുകൾ എൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടും വളരെ മഹനീയവും അതുപോലെ തന്നെ പ്രൗഢഗംഭീരവുമായ ഒരു ചടങ്ങാണ് ഇത് എന്നാണ് ഞാൻ ഈ ചടങ്ങിനെ വിശേഷിപ്പിക്കുന്നത്. കാരണം ഒട്ടേറെ പരിപാടിക്കകത്ത് നമ്മൾ പങ്കെടുക്കലുണ്ട്. അതിൽ നിന്നെല്ലാം പലതുകൊണ്ടും വ്യത്യസ്തമാണ് ഈ ചടങ്ങ്. ഒന്ന്, നേരത്തെ നിങ്ങൾ എല്ലാവരും സൂചിപ്പിച്ചു, നമുക്ക് ഈ പ്രദേശത്തുകാർക്കാർക്കും അപരിചിതനല്ല പുതിയോട്ടിൽ മാധവട്ടൻ. ഈ പിലാശ്ശേരിയിലെയും കളരിക്കണ്ടിയിലെയും വികസന പ്രവർത്തനങ്ങളിലെല്ലാം തൻ്റെതായ കഴിവ് ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുന്നതിൽ മുൻനിന്ന് പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു പുതിയോട്ടിൽ മാധവട്ടൻ. ആ മാധവട്ടൻ ഇന്ന് നമ്മോടൊപ്പം ഇല്ല. കളരിക്കണ്ടി വായനശാല ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ മാധവട്ടന്റെ പങ്ക് ചെറുതല്ലാത്തതാണ്. അങ്ങനെ ഉള്ള ആ മാധവട്ടന്റെ കുടുംബം, ആ കുടുംബത്തെ ഈ പ്രദേശത്തെ ആളുകൾ, പഞ്ചായത്തിന്റെ ഭരണാധികാരികൾ ഈ ആശയവുമായി സമീപിച്ച സമയത്ത് വളരെ സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം ആ കർത്തവ്യം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഇന്നത്തെ നിങ്ങൾ 15 സെന്റ് സ്ഥലം ഈ ബഡ്സ് സ്കൂളിന് വിട്ടുകൊടുക്കാൻ വേണ്ടി തയ്യാറായത് ആ മാധവട്ടൻ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ അതോടൊപ്പം കുടുംബങ്ങളിലേക്കും പകർന്ന് അത് നമ്മുടെ നാടിന് തന്നെ വലിയ ഒരു ഗുണമാകുന്ന രൂപത്തിലേക്ക് മാറിയ ഒരു അവസരമാണ് ഇപ്പോൾ ഈ ധന്യ വേളയിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതോടൊപ്പം തന്നെ അങ്ങനെ നമുക്ക് ഒരു ഭൂമി കിട്ടിയ സമയത്ത് നമുക്ക് പലപ്പോഴും ഉണ്ടാവുന്നത്, ഈ ആരെങ്കിലും ഇത്തരത്തിലുള്ള ഒരു സഹായം അല്ലെങ്കിൽ ഒരു സഹകരണം നമ്മുടെ നാടിന് ചെയ്തു തന്നാൽ അതിന് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഫണ്ട് ലഭിക്കുമെന്നാണ്. സർക്കാരിലൊക്കെ ഒരുപാട് ഫണ്ടുകളുണ്ട്. എങ്ങനെയാണെങ്കിലും ആ ഫണ്ടുകളൊക്കെ യഥാവിധി വിനിയോഗിക്കുമ്പോഴാണ് ഒരു ഭരണാധികാരിയായി മാറുന്നത്. അങ്ങനെ നമ്മുടെ ഈ കോഴിക്കോട്ടുകാരനായിട്ടുള്ള രാജ്യസഭാംഗമായിട്ടുള്ള എളമരം കരീമിനെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിയേട്ടനും അതുപോലെ ചന്ദ്രേട്ടനും ഉൾപ്പെടെയുള്ള ആളുകൾ സമീപിച്ച സമയത്ത് നേരത്തെ MLA സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിന്റെ ഏറ്റവും മഹനീയത മനസ്സിലാക്കിക്കൊണ്ട് 76,55,000 രൂപ നമ്മുടെ പ്രദേശത്തേക്ക് ഈ ബഡ്സ് സ്കൂളിന്റെ പ്രവർത്തനത്തിന് വേണ്ടി നമ്മുടെ രാജ്യസഭാംഗം അനുവദിച്ചു. ആ ഘട്ടത്തിൽ അതിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ ടെൻഡർ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നേരത്തെ നമ്മളെല്ലാം നേരത്തെ ആരോ ഇവിടെ സൂചിപ്പിച്ചു, ഇന്നലെ വന്നിട്ടുള്ള ഒരു പത്രവാർത്ത ഞാനും മനസ്സിലാക്കിയിട്ടുണ്ട്. വളരെ കുറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് വരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഇതിന്റെ പ്രവർത്തനം ചില വ്യക്തികൾ, ചന്ദ്രേട്ടൻ നേരത്തെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു, അവരുടെ ഇടപെടലിന്റെ ഭാഗമായി കൊണ്ട് അത് പണി നിർത്തിവെക്കപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ടായി. അതിന്റെ
കൃത്യമായി ഒരുപക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കാതെയോ അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞതിൻ്റെയോ ഭാഗമായിട്ടായിരിക്കാം അത്തരത്തിലുള്ള ആളുകളൊക്കെ ഇത്തരത്തിൽ നടപടികൾ സ്വീകരിക്കുന്നത്. എന്തായാലും നിശ്ചയദാർഢ്യത്തോടു കൂടി ഈ പ്രവർത്തനം ഇവിടെ അവസാനിക്കാൻ പാടില്ല. എന്റെ പ്രദേശത്ത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നേതൃത്വം കൊടുത്ത് കൊണ്ടുവന്നിട്ടുള്ള ഇവിടുത്തെ ഒരു ജനപ്രതിനിധിയുടെ കയ്യിൽ നിന്നും ഇവിടുത്തെ ഏറ്റവും അവശ വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കുന്നതിനും അതുപോലെ തന്നെ അവർക്കൊരു അരമണിക്കൂറോ 1 മണിക്കൂറോ സമയത്ത് ഏറ്റവും നന്നായി ഉല്ലസിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമയം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു കെട്ടിടത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി എന്തു വില കൊടുത്തും ആ ത്യാഗം സഹിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി തയ്യാറായിട്ടുള്ള ഈ ഗ്രാമപഞ്ചായത്ത് മെമ്പറും നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടിയായിട്ടുള്ള ചന്ദ്രേട്ടനെ ഈ അവസരത്തിൽ ഒരു തരത്തിലും അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമില്ല. കാരണം നേരത്തെ തന്നെ ഞാൻ ഇവിടെ ഈ പത്രവാർത്ത കണ്ട സമയത്ത് തന്നെ ഈ പിലാശ്ശേരിയിലെ 1-2 ആളുകളെ ഞാൻ വിളിച്ചു, എനിക്ക് ബന്ധമുള്ള ചില ആളുകളെ. അത് ഈ ചടങ്ങിന്റെ ഭാഗമായി തന്നെ അത് നമ്മളിപ്പോ ഇവിടെ മനസ്സിലാക്കുകയും ചെയ്തു. ഈ സദസ്സിൽ വെച്ച് ചന്ദ്രേട്ടനെ ഏറ്റവും നന്നായി തന്നെ ഒരു ജനപ്രതിനിധിയെ ഒരു നാട് അംഗീകരിക്കുന്നത് ഏത് രൂപത്തിൽ എന്നതിന്റെ കൃത്യമായ ദൃഷ്ടാന്തമാണ് നമ്മൾ ഈ ചടങ്ങിലൂടെ ഇവിടെ മനസ്സിലാക്കിയിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഇവിടെ സൂചിപ്പിക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. ഒട്ടനവധി കാര്യങ്ങളാൽ വളരെ മഹനീയമായ ഒരു ചടങ്ങിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് എന്ന്. അതുപോലെ തന്നെ നേരത്തെ അനിയേട്ടൻ പറഞ്ഞവസാനിപ്പിച്ച കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഇനി എന്ത് വികസന പ്രവർത്തനങ്ങളാണ് ഈ നാട്ടിൽ നടപ്പാക്കാനുള്ളത് എന്ന രൂപത്തിലേക്ക് ഈ നാട് മാറിയ ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. നേരത്തെ ഇവരൊക്കെ സൂചിപ്പിക്കാത്ത പോലെ നമ്മുടെ ഹരിത കർമ്മസേനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്ന നാട്ടിൽ മാലിന്യ പ്രശ്നമായിരുന്നു. ആ മാലിന്യ പ്രശ്നം കൃത്യമായി നമ്മുടെ പഞ്ചായത്തിനകത്ത് പരിഹരിക്കുന്നതിന് വേണ്ടി ഈ പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കാതിരിക്കാൻ നിർവാഹമില്ല. മറ്റു ചിലതെല്ലാം നേരത്തെ അവിടെ സൂചിപ്പിച്ചത് കൊണ്ടാണ്. നമ്മുടെ ഈ പാതയോരങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് ഒക്കെ അവിടെ ഒരു പെയിന്റ് അടിച്ച ഒരു പെട്ടി ഇപ്പം നമ്മുടെ മുന്നിലൊക്കെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവും. പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല എന്താണ് ഇത്. നമ്മളൊക്കെ പറയാറുണ്ടല്ലോ, നമ്മുടെയൊക്കെ മാലിന്യങ്ങൾ നമ്മുടെ സഹോദരിമാരായിട്ടുള്ള ഈ ആളുകൾ ഇവിടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുമ്പോൾ ഒരു 2 ദിവസമൊക്കെ ഏതെങ്കിലും ഒരു ഇടവഴിയിലെങ്ങാനും വെച്ചു പോയാൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്ത് കൊണ്ടുപോകുന്ന മാലിന്യം നമ്മുടെ പറമ്പിന്റെ ഏതെങ്കിലും ഒരു മൂലയിലെങ്ങാനും വെച്ചാൽ അവരോടുള്ള ഒരു സമീപനം നമ്മളുടെ ഓരോരുത്തർക്കും എന്തായിരിക്കും? അവരവരുടെ വീട്ടിൽ നിന്നെങ്ങാനും കൊണ്ടുവെക്കുന്ന രൂപത്തിലേക്കുള്ള സമീപനമായിരിക്കും. ഇത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഈ നാടിന്റെ ശുചിത്വം ജനങ്ങളുടെ ശുചിത്വമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ രംഗത്ത് കൃത്യമായ ഇടപെടൽ നടത്താൻ വേണ്ടി ഈ ഭരണസമിതി എടുത്തിട്ടുള്ള പ്രവർത്തനം കൂടി ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചു വന്ന നേരത്തെ മറ്റന്നാൾ നടക്കുന്ന അതുപോലെ തന്നെ ഈ സ്റ്റേഡിയത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ഉൾപ്പെടെ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഈ ഭരണസമിതിയെയും ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കാൻ വേണ്ടി ഈ അവസരം ഉപയോഗിക്കുന്നു. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അഭിവാദ്യങ്ങൾ. ഈ ചടങ്ങിന്റെ അധ്യക്ഷ ബഹുമാനപ്പെട്ട കുന്നമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ വേദിയിലിരിക്കുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇന്ന് ഇവിടെ നടന്നിട്ടുള്ളത്. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും മുന്തിയ പരിഗണന അർഹിക്കുന്ന കുറച്ച് ആളുകളാണ് ഈ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്നത്. അതിൻ്റെ പ്രയാസങ്ങളും അതിൻ്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ നേരത്തെ ഇവിടെ സംസാരിച്ച നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ വളരെ കാര്യമായിട്ട് തന്നെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവരെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. അതാണ് ഇവിടെ അങ്ങനത്തെ ഒരു മുഹൂർത്തമാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന പൊതുപ്രവർത്തകനായിരുന്ന സഖാവ് പുതിയോട്ടിൽ മാധവേട്ടൻ, അദ്ദേഹത്തിൻ്റെ കുടുംബമാണ് ഇന്ന് ഈ സംരംഭത്തിന് ഭിന്നശേഷി ബഡ്സ് സ്കൂൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ 15 സെന്റ് സ്ഥലം വിട്ടു നൽകിയിട്ടുള്ളത്. ആ കുടുംബത്തിന് അർദ്ധമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ നമ്മൾക്കറിയാം, ഈ നിർമ്മാണത്തിന് ആവശ്യമായ 76 ലക്ഷത്തോളം രൂപ അനുവദിച്ചു തന്ന നമ്മുടെ രാജ്യസഭാംഗമായിരുന്നു, ഇപ്പോഴല്ല, സഖാവ് ഇളമരം കരിയും,
അദ്ദേഹത്തിൻ്റെ MP ഫണ്ടിൽ നിന്നാണ് 76 ലക്ഷം രൂപ അനുവദിച്ച് തന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ സന്മനസ്സിന് അദ്ദേഹത്തെ ആർദ്രമായി അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഏത് പ്രതിസന്ധികൾക്കുള്ളിലും നമ്മുടെ ഈ ബഡ്സ് സ്കൂളിൻ്റെ നിർമ്മാണം പ്രതിസന്ധിയിലാകുമെന്നൊരു ഘട്ടത്തിൽ വന്നപ്പോൾ ആ പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ട മുന്നൊരുക്കങ്ങൾ നടക്കുകയും അതിനെ മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്ത വാർഡ് മെമ്പർ തീവ്രത്തി ചന്ദ്രനെയും ഹാർദവമായി അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ വികസന നേട്ടങ്ങൾക്ക് നല്ല രീതിയിൽ നമ്മുടെ പഞ്ചായത്തിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന കുന്നമംഗലം പഞ്ചായത്ത് ഭരണസമിതിയെയും ഹാർദവമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സദസ്സിന് വന്ദനം. വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് എൻ്റെ മുമ്പിലുള്ള ഈ സമൂഹത്തിൽ ഒരു കാലത്ത് മാറ്റി നിർത്തപ്പെട്ട നമ്മുടെ കൂട്ടുകാരെ ഒന്നിച്ച് ചേർത്ത് നമ്മുടെ ഗ്രാമത്തിലേക്ക് ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുക, അവർക്കൊരു അത്താണിയാവുക, അതിന് നമ്മുടെ ഗ്രാമം ഇന്ന് സാക്ഷി വഹിച്ചിരിക്കുക. ആ പരിപാടി വേഗം നടക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുക. ഇവിടെ വരേണ്ടിയിരുന്ന ഒരു അനുസരിച്ച് മുസ്തഫ കൈനമ്മ മരിച്ചുപോയി. ഇവിടെ അനുശോചന ഒക്കെ നടത്തിയതാണ്. ഒരു കുട്ടി ഇവിടെ വരേണ്ടായിരുന്നു, ആ കുട്ടി മരിച്ചുപോയി. പരിശുദ്ധ ഉംറ നിർവഹിക്കാൻ വേണ്ടി മദീനയിൽ പോയതായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നു ആ കുട്ടി കുന്നമംഗലം ഹൈസ്കൂളിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അന്വേഷിച്ചു, ഇവിടെ അത് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കുട്ടികളെ നമ്മൾ ഏറ്റെടുക്കുന്നു, അവർക്ക് വേണ്ടി ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നു. നമ്മുടെ നാട് ഒന്നിച്ച് ഒറ്റക്കെട്ടായി അതിനുള്ള ഭാവി പ്രവർത്തനങ്ങളിൽ ഒന്നിച്ച് നിൽക്കണം. ഇതോടെ കൊണ്ടുവന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ എല്ലാവിധ ആശംസകളും അർപ്പിച്ചു കൊടുത്തിട്ട് ജയ് ഹിന്ദ്, നമസ്കാരം. ശാരീരികവും മാനസികവുമായി വെല്ലുവിളി നേരിടുന്ന ഒരു വിഭാഗത്തെ ഒരു കോണിൽ ഒതുക്കി നിർത്താതെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ബഡ്സ് സ്കൂളുകളെല്ലാം വരുന്നത്. നമുക്കറിയാം, നേരത്തെ ഇവിടെ എല്ലാവരും ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. ഏകദേശം 15 സെൻറ് സ്ഥലത്തോളമാണ് നമുക്ക് ഈ ശാന്തേച്ചി ഇവിടെ തന്നിട്ടുള്ളത്. ഒരുപാട് സ്ഥലങ്ങളുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്, ഒരുപാട് തൻപോരിമ പറയുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ ഇത്തരത്തിൽ സ്ഥലം അനുവദിച്ച് തരാനുള്ള ഒരു മനസ്സ് വേണം, അതൊരു നിറകുടമാണ്. അവരുടെ ആ ശോഭ ഒളിമങ്ങാതെ എല്ലാ കാലത്തും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കും. അതേപോലെ തന്നെ ചന്ദ്രേട്ടൻ്റെയും. കാരണം ഇന്നലെ പത്രവാർത്ത കണ്ടാണ് ചന്ദ്രേട്ടൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇത്തരത്തിലുള്ളൊരു ഫണ്ട് എടുത്തുകൊണ്ട് ഇതിനെ മാർഗതടസ്സമായി നിൽക്കുന്നത് മാറ്റിയിട്ടുള്ളത്. കാരണം അംഗനവാടിക്ക് സ്ഥലം കൊടുക്കുക, കുടിവെള്ളത്തിന് സ്ഥലം കൊടുക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ സ്ഥലം കൊടുക്കണമെങ്കിൽ അതിനുള്ളൊരു മനസ്സ്, അതിനെ നമ്മൾ അംഗീകരിച്ചേ മതിയാവും. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു ബഡ് സ്കൂൾ ആരംഭിക്കാൻ തീരുമാനമെടുത്ത കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിനെയും അതിലുപരി ഈ സ്കൂൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി 15 സെന്റ് സ്ഥലം അനുവദിച്ചിട്ടുള്ള പുതിയോട്ടിൽ മാധവേട്ടൻ്റെ കുടുംബത്തെയും അതുപോലെ തന്നെ അവരുടെ ഭാര്യ ശാന്തേച്ചിയെയും അതുപോലെ ഫണ്ട് അനുവദിച്ചിട്ടുള്ള മുൻ രാജ്യസഭാ MP കരീം കയെയും ആദ്യമായി അഭിനന്ദിക്കുകയാണ്. സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുകയും ഭിന്നശേഷിയുള്ള കുട്ടികളെ ചേർത്ത് പിടിച്ച് പുതിയൊരു കൂരയ്ക്കയിലേക്ക് എത്തിയാൽ അവർക്ക് പുതിയൊരു ലോകം ആ സ്കൂളിൽ തുറക്കുമാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അഭിവാദ്യങ്ങൾ. ചടങ്ങ് അവസാനിക്കുകയാണ്. ചടങ്ങിന് നന്ദി പറയുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ശ്രീ KM ഗിരീഷ് സാറെ ക്ഷണിക്കുകയാണ്.
ഏറെ സന്തോഷവും അതുപോലെ തന്നെ അഭിമാനമുള്ള ഒരു നിമിഷത്തിലാണ് നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത്. ഇതിൽ വ്യക്തിപരമായിട്ട് എനിക്ക് ആദ്യം ഇതിൻ്റെ ഒരു നിർവഹണ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ എനിക്ക് നന്ദി പറയാനുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ചന്ദ്രേട്ടനോടാണ്. ചന്ദ്രേട്ട, ഞാൻ ഒരുപാട് നിങ്ങളെയും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഒന്നുമല്ല, ഇതിനകത്ത് നിങ്ങൾക്കറിയാലോ, ഈ ഒരു ബഡ്സ് സ്കൂൾ യാഥാർത്ഥ്യമാകുമ്പോൾ ഒരുപക്ഷെ ഈ ഒരു ചടങ്ങ് ഒരു 6 മാസം മുമ്പെങ്കിലും നടക്കേണ്ടതായിരുന്നു. ഈ ഒരു റോഡ് വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് അത് ഇത്രയും വൈകിപ്പോയത്. ആ ഒരു പ്രശ്നം അറിഞ്ഞത് മുതൽ ഇത് കരാറെടുത്ത കോൺട്രാക്റ്റുകാരൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ റൂമിൽ വരും, നിരന്തരമായിട്ട് ഇത് എന്തായാലും ചോദിക്കും. ഞാൻ അന്നൊക്കെ ചന്ദ്രനെ ബുദ്ധിമുട്ടിക്കും. ഇത്രത്തോളം ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഇവിടെ പ്രയത്നിച്ച ചന്ദ്രനെ ഞാൻ ആദ്യം അഭിനന്ദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് സ്ഥലം അനുവദിച്ചെന്ന ശാന്തയെത്തി, അതുപോലെ ഈ ഒരു വലിയൊരു ഉദ്യമത്തിന് ഫണ്ട് അനുവദിച്ചെന്ന ബഹുമാനപ്പെട്ട മുൻ രാജ്യസഭാംഗം എളവരം കരിയം അവർ, അതുപോലെ തന്നെ കുടുംബശ്രീ CDS ഇവരൊക്കെ അഭിനന്ദിക്കുകയാണ്. അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഒരു കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ചടങ്ങിന് അധ്യക്ഷം വഹിച്ചിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരിയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജി പുൽക്കുന്നുമൽ അവർകളാണ്. അദ്ദേഹത്തിന് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഈ ചടങ്ങ് ഇവിടെ ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്, ഇതിന് ഫണ്ട് അനുവദിക്കുകയും ഇതിന് ചെയ്തിട്ടുള്ള മുൻ MP എളവരം കരീം അവർകളാണ്. അദ്ദേഹത്തിന് അസാന്നിധ്യത്തിനും അദ്ദേഹത്തിന് ഈ ഒരു ചടങ്ങിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് PT റഹീം അവർകൾ, അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. മുഖ്യാതിഥിയായി ഇന്നിവിടെ സംസാരിച്ചിട്ടുള്ള നിങ്ങളോട് ഹൃദയത്തിൽ തൊട്ടാണ് നമ്മുടെ പ്രിയങ്കരനായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അരുവിയൊക്കെ സംസാരിച്ചത്. അദ്ദേഹത്തിനും ഈ ചടങ്ങിന് വലിയ നന്ദി അർപ്പിക്കുകയാണ്. കൂടാതെ ഇവിടെ ഇന്ന് ആശംസകൾ അർപ്പിച്ചിട്ടുള്ള ഗ്രാമ ബ്ലോക്ക് ജനപ്രതിനിധികൾ, അതുപോലെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. നമുക്കിന്നിവിടെ ഇതിന് സ്ഥലം അനുവദിച്ചെന്ന ശാന്തത്തിക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന ഈ പൗരാവലിക്കും കൂടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയങ്കരായ സഹോദരൻ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് അധ്യക്ഷൻ്റെ അനുഭവത്തോടുകൂടി ഈ ചടങ്ങ് അവസാനിച്ചതായി